പിന്നെ ഇപ്പോ സഖാക്കളെല്ലാം പറയുന്നത് ഉപ്പ് തിന്നുന്നവർ വെള്ളം കുടിക്കും. അപ്പൊ ഉപ്പ് ആരാ കൊടുത്തത്? മുഖ്യമന്ത്രിയല്ലേ ഇവർക്കൊക്കെ ഉപ്പ് കൊടുക്കുന്നത്. അപ്പൊ മുഖ്യമന്ത്രി ഉപ്പ് കൊടുത്തിട്ട് സഖാക്കൾ പറയുന്നു വെള്ളം കുടിക്കൂ എന്നവര്. ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയാണ് ഇതിനകത്ത് നേരിട്ട് ഒരു ദേവസ്വം ബോർഡിന്റെ ഭരണത്തിൽ അവിടെ മുഖ്യമന്ത്രിക്ക് അഴിമതി കാണിച്ചിട്ടുണ്ടെങ്കിൽ സ്വർണത്തോട് മുഖ്യമന്ത്രി അല്ലല്ലോ? മുഖ്യമന്ത്രിക്കും സ്വർണത്തോട് വലിയ താല്പര്യമാണല്ലോ. നമ്മൾ കഴിഞ്ഞ ആള് അതെന്താണ് കേൾക്കുന്നേ. മുഖ്യമന്ത്രിക്ക് എന്താണ് സ്വർണത്തോട് സവിശേഷമായ താല്പര്യം? അല്ല, അവര് നിയമിക്കുന്ന ആളാവുമ്പോ അവർക്ക് അതിന്റെ പ്രതിഫലം എന്തായാലും ഉണ്ടായിരിക്കുമല്ലോ. അല്ല ശ്രീ കോമളൻ, മുഖ്യമന്ത്രിക്ക് സ്വർണ്ണത്തോട് താല്പര്യമെന്ന് താങ്കൾ പറഞ്ഞപ്പോൾ അത് എന്താണ് കാരണം? എനിക്കറിയില്ല അങ്ങനെ മുഖ്യമന്ത്രിക്ക് സ്വർണ്ണത്തോട് താല്പര്യമുള്ളതായി അറിയില്ല. സ്വർണ്ണത്തോട് താല്പര്യമില്ലാത്ത ഒരു മനുഷ്യനായിട്ടാണ് എനിക്കറിയാവുന്നത്. അതെ, നമ്മൾക്ക് വായിച്ചു കേട്ട അറിവ് അല്ലാതെ നമുക്കുണ്ടല്ലോ. എന്താണെന്ന് ഞാൻ ചോദിച്ചത്. ഈ സ്വർണ്ണക്കടത്തെന്നും പറഞ്ഞുകൊണ്ടൊക്കെ എന്നിട്ട് ആ സ്വർണ്ണക്കടത്ത് കേസ് കുറെ കാലമായി കേന്ദ്ര ഏജൻസികളെല്ലാം തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് അന്വേഷിക്കുന്നല്ലോ. എന്തെങ്കിലും തെളിവുകൾ കണ്ടെത്തുകയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ പിടിച്ച് അകത്തിടുകയോ ചെയ്തോ? പണത്തിന് മീതെ പരന്തും പറക്കില്ല. അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പണം കൊണ്ട് കേന്ദ്രത്തിലുള്ള BJP സർക്കാരെല്ലാം അവരുടെ ഏജൻസികളെല്ലാം മാറ്റിവെച്ചു എന്നാണ് താങ്കൾ പറയുന്നത്? നമ്മൾ ഇവിടെ ജീവിക്കുന്ന മനുഷ്യനല്ലേ. അല്ലെ, ഞാനും ഇവിടെ ജീവിക്കുന്ന മനുഷ്യരല്ലേ? കുറെ കാലമായി പറയുന്നു മുഖ്യമന്ത്രിക്ക് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ഈ ഏജൻസികൾ കുറെ പേര് വന്നല്ലോ ഇവിടെ. അതുകൊണ്ട് ഇവരെ കൈ ശുദ്ധമാണെങ്കിൽ അല്ല, അവരുടെ കൈ ശുദ്ധമാണോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ മുഖ്യമന്ത്രിക്ക് സ്വർണ്ണത്തോട് താല്പര്യമുണ്ട് എന്ന് പറയണമെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാരണം വേണം താങ്കൾക്ക്. അങ്ങനെ ഒരു കാരണം എന്റെ അറിവിലില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതാ ശരി, താങ്കളുടെ അറിവിലില്ലെങ്കിലും നമ്മുടെ അറിവിൽ ഇങ്ങനെ പത്രവാർത്തകൾ കണ്ട് നമ്മൾ പറഞ്ഞു പോകുന്നതാ.